ആസ്പയർ ടു വിൻ നമ്മുടെ 9ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്ററാണ്. ഇംഗ്ലീഷിലത്തെ ആദ്യത്തെ ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ചാപ്റ്റർ എന്താണ്, അതിൻ്റെ കഥ എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നിഷ പഞ്ചാബി എന്ന് പറയുന്ന ഒരു റൈറ്ററാണ് ഇത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നേരെ നമുക്ക് ആ ഒരു സ്റ്റോറിയിലേക്ക് പോവാം. ദ റേസ് ഒന്നാമത്തെ സ്റ്റോറിയാണ് ദ റേസ്. അടുത്തത് നമ്മുടെ സച്ചിൻ്റെ ഒരു സ്റ്റോറിയാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റോറി എന്ന് പറയുന്നത് ദ റേസ് എന്ന് പറയുന്നൊരു സ്റ്റോറിയാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പാരഗ്രാഫ് നോക്കാം. തരുൺ വാസ് എ മീഡിയോക്കർ സ്റ്റുഡൻറ്റ്. ഹിസ് ഗ്രേഡ്സ് കുഡ് ബാർലി സാറ്റിസ്ഫൈ ഹിസ് പാരൻസ്. അപ്പോൾ തരുൺ എന്ന് പറയുന്ന ഒരു മീഡിയം സ്റ്റുഡൻ്റ് ആയിരുന്നു. വെച്ചാൽ ഓവറായിട്ട് നല്ല ബ്രൈറ്റ് ഒന്നുമല്ല, നല്ല പഠിപ്പിൽ വളരെയധികം കഴിവുള്ള ഒരു കുട്ടിയൊന്നുമല്ല, സാധാരണ ഒരു മീഡിയോക്കർ ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആയിരുന്നു. അവൻ്റെ ഗ്രേഡ്സ് ഇപ്പോൾ മാർക്കുകളും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാലും പാരൻസിന് അധികം ഒരു സാറ്റിസ്ഫാക്ഷൻ നൽകുന്നതായിരുന്നില്ല. ആൻഡ് ഹി വാസ് നോട്ട് എ ഗുഡ് സിംഗർ, ഡാൻസർ, പെയിൻറ്റർ ഓർ ഈവൻ ആൻ ആക്ടർ. അപ്പോൾ അവനൊരു നല്ല പാട്ടുകാരനോ നർത്തകനോ അല്ലെന്നുണ്ടെങ്കിൽ പെയിൻറ്ററോ അല്ലെങ്കിൽ ഒരു ആക്ടറോ ഒന്നും ആയിരുന്നില്ല. ഹി ഓൾവേസ് തോട്ട് ഓഫ് ഹിംസെൽഫ് ആസ് ദ ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി. അപ്പോൾ അവനെക്കുറിച്ച് തന്നെ വിചാരിച്ചത്, അതായത് തരുൺ സ്വന്തമായിട്ട് വിചാരിച്ചിരുന്ന ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഫാമിലിയിലെ തന്നെ ഒന്നിനും കൊള്ളാത്തവനാണ്, അല്ലെങ്കിൽ ബ്ലാക്ക് ഷീപ്പാണ് എന്നാണ് അവൻ വിശ്വസിച്ചിരുന്നത്. His elder brother, who was pursuing a degree in engineering from a reputed college, always made the family proud. പക്ഷേ അവൻ്റെ ഒരു മൂത്ത ചേട്ടനുണ്ട്. അപ്പോൾ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള നല്ലൊരു കോളേജിൽ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഫാമിലീനെ നല്ല പ്രൗഡാക്കും, കാരണം നല്ല മാർക്കും കാര്യങ്ങളൊക്കെ മേടിക്കുന്നുണ്ടായിരിക്കും. ബട്ട് തരുൺ വാസ് നെവർ ഗുഡ് അറ്റ് എനിത്തിങ് ലൈക്ക് ദാറ്റ്. പക്ഷെ തരുൺ ഒന്നിലും, അതുപോലെയുള്ള ഒരു കാര്യത്തിലും തന്നെ തരുൺ അത്രയ്ക്ക് ബ്രൈറ്റ് ആയിരുന്നില്ല. However, he was blessed with the strength of great athlete. പക്ഷെ എന്നിരിക്കലും അവന് വളരെ അത്ലറ്റിക് ആയിട്ടുള്ള, കായികപരമായിട്ടുള്ള ഒരു കഴിവുണ്ടായിരുന്നു. ഹി വാസ് എൻ എക്സലൻറ്റ് റണ്ണർ. അപ്പോൾ അവൻ നന്നായിട്ട് ഓടും, നല്ലൊരു റണ്ണറായിരുന്നു തരുൺ. ഹി വുഡ് റൺ ഫോർ അവേഴ്സ്, ബി ഇറ്റ് ഡേ ഓർ നൈറ്റ്. രാത്രിയാണെങ്കിലും പകലാണെങ്കിലും എത്ര ദൂരം വേണമെങ്കിലും മണിക്കൂറുകളോളം തരുൺ ഓടും. Whenever he felt sad and lonely, he exhausted himself by running, thus releasing all his pent-up emotions. അപ്പോൾ അവന് എപ്പോഴൊക്കെ വിഷമം തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ എപ്പോഴൊക്കെ ഒറ്റയ്ക്കായിട്ടുള്ളൊരു ഫീലിംഗ് തോന്നുന്നുണ്ടോ, ആ സമയത്തൊക്കെ അവൻ ഓടാനായിട്ട് നോക്കും. ഓടി ഓടി തളർന്നിട്ട് അവൻ്റെ ഉള്ളിലുള്ള ആ പറയുന്ന ഇമോഷൻസും കാര്യങ്ങളൊക്കെ, ബാഡ് ഇമോഷൻസൊക്കെ അവന് ഒഴിവാക്കും. At times, he would miss his school bus and would then run to school, which was 5 miles away from his home. ചില സമയത്ത് അവൻ സ്കൂൾ ബസ് മിസ് ചെയ്യാറുണ്ടായിരുന്നു. ആ സമയങ്ങളിൽ 5 മൈല് അകലെയുള്ള സ്കൂളിലേക്ക് അവൻ ഓടിയിട്ടാണ് പോവാറ്. ഹി ജസ്റ്റ് ഹാഡ് വൺ ഡ്രീം, ടു ബിക്കം ദ ഫാസ്റ്റസ്റ്റ് റണ്ണർ ഇൻ ദ വേൾഡ്. അവൻ ആകെ ഒരു ഡ്രീം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായിരുന്നു? ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു റണ്ണർ ആകുക എന്നുള്ളതായിരുന്നു. തരുൺ ഡിഡ് നോട്ട് നോ ഹൗ ടു അച്ചീവ് ഹിസ് ഡ്രീം. പക്ഷെ തരുണിന് അറിയില്ലായിരുന്നു എങ്ങനെ ഈ ഒരു ഡ്രീം അച്ചീവ് ചെയ്യും എന്നവന് അറിയില്ലായിരുന്നു. ഓൺ ദി വൺ ഹാൻഡ്, ഒരു വിധത്തിൽ പറഞ്ഞാൽ, ഹിസ് പാരൻസ് ഹേറ്റഡ് ഹിസ് റണ്ണിങ് ആൻഡ് വാണ്ടഡ് ഹിം ടു കോൺസെൻട്രേറ്റ് മോർ ഓൺ ഹിസ് സ്റ്റഡീസ്. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ പാരൻസിന് അവന് ഓടുന്നത് ഇഷ്ടമല്ല. അവർക്ക് താല്പര്യം തരുണ് കൂടുതലായിട്ട് സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു അവരുടെ താല്പര്യം. വിച്ച് ഹി നെവർ ഡിഡ്. പക്ഷേ അതാണെന്നുണ്ടെങ്കിൽ തരുൺ ചെയ്തുമില്ല. പഠിക്കാനായിട്ട് തരുണിന് തീരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഓൺ ദി അതർ ഹാൻഡ്, മറ്റൊരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഹി ബിലോങ് ടു എ മിഡിൽ ക്ലാസ് ഫാമിലി. തരുൺ ജീവിച്ചിരുന്നത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ്. ആൻഡ് തരുൺ ന്യൂ ദാറ്റ് ടു അച്ചീവ് ഹിസ് ഡ്രീം ഹി നീഡഡ് ആൻ ഇൻറ്റൻസീവ് ട്രെയിനിങ്. അതുമാത്രമല്ല, തരുണിന് അറിയാമായിരുന്നു അവൻ്റെ ഡ്രീം അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീവ്രമായിട്ടുള്ളൊരു പരിശീലനം തന്നെ അവന് അത്യാവശ്യമാണ്. ഓക്കെ, ദി എമൗണ്ട് ഫോർ വിച്ച് വാസ് വെൽ ബിയോണ്ട് ഹിസ് ഫാമിലീസ് റീച്ച്. അപ്പോൾ അത്തരത്തിലൊരു ട്രെയിനിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ളൊരു എമൗണ്ട് സ്പെൻഡ് ആവും. പക്ഷെ അത്തരത്തിലുള്ളൊരു എമൗണ്ട് ഒന്നും ഒപ്പിക്കാനായിട്ട് നമ്മുടെ തരുണിൻ്റെ ഫാമിലിക്ക് സാധിച്ചിരുന്നില്ല. വെൻ തരുൺ ഫെയിൽഡ് ഇൻ ഹിസ് ടേമിനൽ എക്സാമിനേഷൻ, ഹിസ് ഫാദർ വാസ് വെരി ആംഗ്രി വിത്ത് ഹിം. ഒരു ദിവസം തരുണ് ടേമിനൽ എക്സാമിനേഷന് തോറ്റു. അപ്പോൾ തീർച്ചയായിട്ടും തരുണിൻ്റെ ഫാദർ വളരെ ദേഷ്യപ്പെട്ടു അവനോട്. അതുമാത്രമല്ല, ഹിസ് ഫ്രണ്ട്സ് ടു മെയ്ഡ് ഫൺ ഓഫ് ഹിം. അവൻ്റെ ഫ്രണ്ട്സും കൂടി അവനെ കളിയാക്കി. ഇറ്റ് വാസ് എ ഡേ ഹി വാണ്ടഡ് ടു വൈപ്പ് ഔട്ട് ഫ്രം ഹിസ് മെമ്മറി ആൻഡ് സോ ഹി ടുക്ക് ടു റണ്ണിങ്. അപ്പോൾ ആ ഒരു ദിവസം അവൻ്റെ മനസ്സിൽ നിന്ന് തന്നെ, മെമ്മറിയിൽ തന്നെ ഒഴിവാക്കാനായിട്ട് ആഗ്രഹിച്ച ഒരു ദിവസമായിരുന്നു. സാധാരണ അവൻ ചെയ്യുന്നത് പോലെ തന്നെ വിഷമം വന്നാലും ഒറ്റയ്ക്കായ ഫീലിങ്സ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഓടാറുള്ളത് പോലെ അവൻ ഓടാൻ തീരുമാനിച്ചു. ഹി റാൻ ഓൾ അറൗണ്ട് ദ പാർക്ക്.
ആ പാർക്ക് മുഴുവനായിട്ട് അവൻ ഓടി. ദ സൺ ബീറ്റ് ഡൗൺ ടു ചെക്ക് ഹിസ് റേജ് ബട്ട് നത്തിങ് കുഡ് സ്റ്റോപ്പ് തരുൺ. അങ്ങനെ സൂര്യൻ എന്ത് ചെയ്തു, നല്ല പ്രകാശത്തിൽ ജ്വലിക്കാനായിട്ട് തുടങ്ങി. പക്ഷേ എങ്കിൽ കൂടിയിട്ട് തരുൺ അവൻ്റെ ആ ഒരു ഓട്ടം നിർത്തിയില്ല. അവൻ ഫുള്ളായിട്ട് ഓടാനായിട്ട് തുടങ്ങി. ആഫ്റ്റർ അബൌട്ട് an hour, ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ, he was fully exhausted and his fury having subsided, he threw himself on a bench and started panting heavily. അപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവൻ ആകെ ടയേർഡായി. അപ്പോൾ അവൻ്റെ മനസ്സിലുള്ള ആ ഒരു പ്രശ്നങ്ങളൊക്കെ, മനസ്സിലുണ്ടായിരുന്ന ഒരു ഫ്യൂരി, എന്താ പറയുക, വിഷമവും എല്ലാ ഒരു ടെൻഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട് കുറഞ്ഞു. സബ്സൈഡ് ചെയ്യാൻ തന്നെ കുറഞ്ഞു. ആൻഡ് ഹി ത്രൂ ഹിംസെൽഫ് ഓൺ എ ബെഞ്ച്. അവനെ തന്നെ ഒരു ബെഞ്ചിലേക്ക് എറിഞ്ഞു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതുക്കെ പോയിരുന്നതല്ല, ഓടി ചെന്നിട്ട് ചാടിയിരുന്നു ബെഞ്ചിലേക്ക്. കാരണം വയ്യാത്ത പോലെ നമ്മൾ വീണ പോലെ ബെഞ്ചിലിരുന്നു. എന്നിട്ട് പാൻറ് ചെയ്യാനായിട്ട് തുടങ്ങി. പാൻറ് ചെയ്യാൻ മീൻസ് കിതയ്ക്കാനായിട്ട് തുടങ്ങി. ഫാസ്റ്റായിട്ട് ബ്രീത്ത് ചെയ്യാനായിട്ട് തുടങ്ങി. സഡൻലി ഹി ഹേർഡ് എ വോയിസ് അറ്റ് ഹിസ് എൽബോ, വാട്ട് ഈസ് ഇറ്റ് സൺ? അപ്പോൾ പെട്ടെന്ന് തന്നെ അവൻ്റെ മുട്ടുംകൈയുടെ അടുത്തുനിന്ന്, അതായത് അടുത്ത് നിന്ന് ഒരു ശബ്ദം കേട്ടു. എന്താ മോനെ ഇത് എന്ന് ചോദിച്ചു. ആരാണത്? തരുൺ ടേൺ ടു ഹിസ് ലെഫ്റ്റ് ആൻഡ് ദർ സെറ്റ് എ മാൻ ഓഫ് അബൌട്ട് 60. അപ്പോൾ തരുൺ ലെഫ്റ്റ് സൈഡിലേക്ക്, ഇടതുഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ഏകദേശം ഒരു 60 വയസ്സുള്ള ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ തരുൺ പറഞ്ഞു, ഐ ഫെയിൽഡ് ഇൻ 2 സബ്ജക്ട്സ്, ഹി റിപ്ലൈഡ് ഇൻ എ ഡിപ്രസ്ഡ് ടോൺ. വളരെ ഡിപ്രസ്സായിട്ട്, വളരെ വിഷമത്തോട് കൂടിയിട്ട് തരുൺ പറഞ്ഞു, ഞാൻ 2 സബ്ജക്റ്റിൽ ഫെയിലായി എന്ന് പറഞ്ഞു. ദ മാൻ സ്മൈൽഡ് സിംപത്തറ്റിക്കലി ആൻഡ് സെഡ്. അപ്പോൾ ആ മനുഷ്യൻ വളരെ സിംപതിയോട് കൂടിയിട്ട് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ലൈഫ് ഈസ് ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ് മൈ ബോയ്. ജീവിതം എന്ന് പറയുന്നത് ഫുള്ള് എന്താണ്, അപ്സും ഡൗൺസും ഉണ്ടാവും. ചില നല്ല ടൈം ഉണ്ടാവും, ചില ചീത്ത ടൈം ഉണ്ടാവും. അങ്ങനെയാണെന്ന് പറഞ്ഞു. ബൈ ദ വേ, ഐ എം രാം നാരായൺ ആൻഡ് യു ആർ വൺ ഓഫ് ദി ബെസ്റ്റ് റണ്ണേഴ്സ് ഐ ഹാവ് എവർ സീൻ. എന്നിട്ട് പറഞ്ഞു, എൻ്റെ പേര് രാം നാരായണൻ എന്നാണ്, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ഓട്ടക്കാരനാണ് നീ എന്ന് പറഞ്ഞു. അപ്പോൾ തരുൺ ചോദിച്ചു, രാംനാരായൺ ആർ യു ദ സെയിം രാംനാരായൺ ഹു വൺ ആൻ ഒളിമ്പിക് മെഡൽ ഇൻ ദ 400 മീറ്റർ റേസ് ഇൻ ദ 1960s? 1960കളിൽ 400 മീറ്റർ റേസിൽ ഒളിമ്പിക് മെഡൽ നേടിയിട്ടുള്ള രാംനാരായണൻ ആണോ നിങ്ങൾ എന്ന് ചോദിച്ചു. തരുൺ കുഡ് നോട്ട് ഹൈഡ് ഹിസ് എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ തരുണിന് അവൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഉള്ളിൽ ഒതുക്കാനായിട്ട് കഴിഞ്ഞില്ല. അവൻ ചോദിച്ചു, ആ ഒളിമ്പിക്സിൽ മെഡൽ കിട്ടിയ രാംനാരായണനാണോ എന്ന് ചോദിച്ചു. അപ്പോൾ രാംനാരായൺ, യെസ്. പാറ്റ് കെയിം ദ റിപ്ലൈ. തരുൺ ഡാസൽഡ്. അവൻ എന്ത് ചെയ്തു, തലോടിക്കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ തട്ടിക്കൊണ്ട് പറഞ്ഞു, അതെ എന്ന് പറഞ്ഞു. അപ്പോൾ തരുൺ ആകെ ഭയങ്കര ആശ്ചര്യമായി, ഭയങ്കര സന്തോഷമായി. സൺ, ഐ ഹാവ് ബീൻ വാച്ചിങ് യു ഫോർ ദി ലാസ്റ്റ് 45 minutes, കണ്ടിന്യൂഡ് രാംനാരായൺ, ആൻഡ് ഐ സീ എ ഗുഡ് ഫ്യൂച്ചർ ഇൻ യു. അങ്ങനെ രാംനാരായൺ പറഞ്ഞു, മോനെ, ഞാൻ ഏകദേശം ഒരു 45 മിനിറ്റായിട്ട് നിൻ്റെ ഓട്ടം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് വളരെ ഒരു നല്ല ഫ്യൂച്ചർ നിന്നിൽ ഞാൻ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ തരുണിന് ഭയങ്കര ഒരു നാണമായി. തരുൺ കുഡ് നോട്ട് ഹെൽപ്പ് ബട്ട് ബ്ലഷ്. ഓൾ യു നീഡ് ടു ഡു ഈസ് കീപ് ദാറ്റ് പാഷൻ ബേണിംഗ് ഇൻ യു ആൻഡ് നെവർ ഗീവ് അപ്പ്. എന്നിട്ട് പറഞ്ഞു, രാംനാരായൺ പറഞ്ഞു, നീ ആകെ ചെയ്യേണ്ടത് ഇപ്പം നിൻ്റെ മനസ്സിലുള്ള പാഷൻ ഉണ്ടല്ലോ, അത് ജ്വലിച്ചുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ജ്വലിപ്പിച്ചുകൊണ്ട് തന്നെ, കത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്. എന്താണോ നിൻ്റെ ഡ്രീം, അത് നിനക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, ഹാവ് യു ജോയിൻ സം ട്രെയിനിങ് സ്കൂൾ? ദ മാൻ എൻക്വയർഡ്. നമ്മുടെ രാംനാരായണൻ ചോദിച്ചു, നീ ഏതെങ്കിലും ട്രെയിനിങ് സ്കൂളിൽ ജോയിൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. തരുൺ സ്മൈൽ ഫെയ്ഡഡ്. അപ്പോൾ തരുണിൻ്റെ ചിരി കണ്ട് മാഞ്ഞുപോയി. ആൻഡ് ഹി സീംഡ് ഡിസ്ട്രോട്ട്. അവനാകൊരു വിഷമം പിടിച്ച പോലെയായി. എ ട്രെയിനിങ് സ്കൂൾ ഈസ് വെരി എക്സ്പെൻസീവ് സർ ആൻഡ് ഐ എം അൺഎംപ്ലോയിഡ്. അപ്പോൾ തരുൺ പറഞ്ഞു, ട്രെയിനിങ് സ്കൂൾ എന്ന് പറഞ്ഞാൽ വളരെ എനിക്ക് ഒരുപാട് പൈസ ചിലവുള്ളൊരു സംഭവമാണ്, അതുമാത്രമല്ല എനിക്ക് ജോലിയൊന്നുമില്ല എന്ന് തമാശ രീതിയിൽ പറഞ്ഞു. ഫീലിംഗ് ഹാപ്പി ദാറ്റ് ഹി കുഡ് ജോക്ക് ഈവൻ ഇൻ ദീസ് സർക്കംസ്റ്റാൻസസ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലും അവന് ഒരു തമാശ രീതിയിൽ അത് അവതരിപ്പിച്ചു. ബട്ട് രാം നാരായൺ സീംഡ് പ്രെറ്റി സീരിയസ്. പക്ഷേ രാംനാരായൺ വളരെ സീരിയസ് ആയിരുന്നു. ഐ വിൽ ട്രെയിൻ യു ഇഫ് യു വോണ്ട്. ഞാൻ നിന്നെ ട്രെയിൻ ചെയ്യാം, നിനക്ക് വേണമെങ്കിൽ ഞാൻ നിന്നെ ട്രെയിൻ ചെയ്യാം. ബട്ട് ഐ പുട്ട് ഫോർവേഡ് 1 കണ്ടീഷൻ. പക്ഷേ ഒരു കണ്ടീഷൻ ഞാൻ നിൻ്റെ മുന്നിലേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ തരുണിന് ഭയങ്കരമായിട്ട് എന്താ പറയുക, എക്സൈറ്റ്മെൻ്റ് ആയി, വളരെ ക്യൂരിയസ് ആയി, ആങ്സൈറ്റിയോട് കൂടിയിട്ട് ചോദിച്ചു, വാട്ട് ഈസ് യുവർ കണ്ടീഷൻ? തരുൺസ് വോയിസ് ഷോഡ് ക്യൂരിയോസിറ്റി ആൻഡ് ആങ്സൈറ്റി. വളരെ ക്യൂരിയസ് ആയിട്ട്, വളരെ ആങ്സൈറ്റിയോട് കൂടിയിട്ട് നമ്മുടെ തരുൺ ചോദിച്ചു, എന്താണ് ആ കണ്ടീഷൻ എന്ന് ചോദിച്ചു. ദർ ഇസ് എ റേസ് ഇൻ ദ ചിൽഡ്രൻസ് ഡേ അറ്റ് ദ നെഹ്റു സ്റ്റേഡിയം. അപ്പോൾ നെഹ്റു സ്റ്റേഡിയത്തിൽ ചിൽഡ്രൻസ് ഡേയുടെ അന്ന് ഒരു റേസ് ഉണ്ട്, ഒരു ഓട്ടമത്സരമുണ്ട്. ചിൽഡ്രൻ ഓഫ് യുവർ ഏജ് ആർ കമ്പീറ്റിംഗ് ദർ. നിൻ്റെ വയസ്സിലുള്ള കുട്ടികളൊക്കെയാണ് അവിടെ ഈ കോമ്പറ്റീഷന് പങ്കെടുക്കുന്നത്.
If you participate and win that race, I promise I will start training you, said രാംനാരായൺ. രാംനാരായൺ പറഞ്ഞു, നീ ആ ഒരു റേസിൽ മത്സരിക്കുകയും അതിൽ ജയിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് ഞാൻ പ്രോമിസ് ചെയ്യാം, ഞാൻ നിന്നെ ട്രെയിൻ ചെയ്യും. ദാറ്റ് ഈസ് നോ ബിഗ് ഡീൽ, ഐ ക്യാൻ ഡു ഇറ്റ്, കാൻഡ് ഐ? അപ്പോൾ തരുൺ പറഞ്ഞു, വാവ്, നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ, ഈ ഓട്ട മത്സരത്തിൽ ജയിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമുള്ളൊന്നുമല്ല, എനിക്ക് ചെയ്യാൻ പറ്റും, ഐ ക്യാൻ ഡു ഇറ്റ്, കാൻഡ് ഐ? തോട്ട് തരുൺ. ഐ വിൽ സർ, ഞാൻ ജയിക്കും സർ എന്ന് പറഞ്ഞു. He heard himself saying with complete conviction. അപ്പോൾ അവന് വളരെ അധികം കോൺഫിഡൻസോട് കൂടിയിട്ടാണ് പറഞ്ഞത്, ഞാൻ ജയിക്കും സർ, എനിക്ക് പറ്റും എന്ന് പറഞ്ഞു. ഫൈൻ ബോയ്, ഇറ്റ് ഈസ് മൈ ജോബ് ടു ഗെറ്റ് യു എൻട്രി ഇൻ ദ റേസ് ആൻഡ് റിമെമ്പർ യുവേഴ്സ് ടു വിൻ ഇറ്റ്. അപ്പോൾ നിനക്ക് ഈ റേസിൽ പങ്കെടുക്കാനായിട്ടുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ശരിയാക്കി തരാം, പക്ഷേ നീ ചെയ്യേണ്ടത് നീ ഈ കോമ്പറ്റീഷനിൽ ജയിക്കുക തന്നെ വേണം എന്ന് പറഞ്ഞു രാംനാരായൺ. ടെൽ മീ വാട്ട്സ് യുവർ നെയിം? എന്നിട്ട് ചോദിച്ചു, എന്താ നിൻ്റെ പേര് എന്ന് ചോദിച്ചു. അപ്പോൾ തരുൺ പറഞ്ഞു, എൻ്റെ പേര് തരുൺ എന്നാണ്, തരുൺ കപൂർ എന്നാണ് സാർ എന്ന് പറഞ്ഞു. തരുൺ, ഐ വിൽ മീറ്റ് യു ഹിയർ ആഫ്റ്റർ 5 days ടു ഗിവ് യു യുവർ പാർട്ടിസിപ്പേഷൻ കാർഡ്. അപ്പോൾ തരുൺ, ഞാൻ 5 ദിവസം കഴിഞ്ഞിട്ട് നിൻ്റെ പാർട്ടിസിപ്പേഷൻ കാർഡ് തരാനായിട്ട് ഇവിടെ വരാം, ഇതേ സെയിം സ്ഥലത്ത് വരാമെന്ന് പറഞ്ഞു. ഓൾ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് രാംനാരായൺ ലെഫ്റ്റ് ചെയ്തു, അവിടുന്ന് പോയി. On the way home, Tarun thought that if his father had not scolded him, he wouldn't have got this opportunity. അപ്പോൾ തരുൺ ഈ പോകുന്ന വഴിയിൽ ആലോചിച്ചു, എൻ്റെ അച്ഛൻ എന്നെ ചീത്ത പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇത്തരത്തിലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമായിരുന്നില്ല എന്ന് തരുൺ പറഞ്ഞു. ദ നെക്സ്റ്റ് ഡേ ബ്രോഡ് എ ന്യൂ റേ ഓഫ് ഹോപ്പ്. അങ്ങനെ പിറ്റേ ദിവസം പുതിയ ഒരു ഹോപ്പിൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രതീക്ഷയുടെ ഒരു രശ്മിയൊക്കെ പുറപ്പെടുവിച്ചുകൊണ്ട് പിറ്റേ ദിവസത്തെ പ്രഭാതം പൊട്ടിവിടർന്നു. Tarun got up early. Tarun ആണെങ്കിൽ നേരത്തെ എണീറ്റു. Had milk and before his mother could finish her query on what he was up to, he ran out and went to the Nehru Stadium to check the details of the race. അങ്ങനെ തരുൺ എന്ത് ചെയ്തു? നേരത്തെ എണീറ്റു, പാലൊക്കെ കുടിച്ചു. അമ്മ എവിടേക്കാണ് പോണേ മോനെ എന്ന് ചോദിക്കുന്നതിന് മുന്നേ തന്നെ ആളെന്ത് ചെയ്തു? ആൾ ഓടി എവിടേക്കെത്തി? നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് എത്തി. എന്തിനു വേണ്ടിയിട്ടാണ്? റേസിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് നോക്കാനായിട്ട്. ഹി വാസ് വെരി ഹാപ്പി ഇൻഡീഡ്. അവന് വളരെ ഹാപ്പി ആയിരുന്നു. തരുൺ സ്റ്റാർട്ടഡ് പ്രാക്ടീസ് സീരിയസ്ലി. തരുൺ എന്ത് ചെയ്തു? പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങി. സീരിയസ്ലി, വളരെ ഉത്സാഹത്തോട് കൂടിയിട്ട് അവൻ പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങി. തരുൺ സ്റ്റാർട്ടഡ് പ്രാക്ടീസിങ് സീരിയസ്ലി. എവറി ഡേ ഹി വുഡ് ഗെറ്റ് അപ്പ് അറ്റ് 4 in the morning ആൻഡ് റൺ അപ്പ് ടു 10 miles. അപ്പോൾ അവൻ എന്നും എന്ത് ചെയ്യാറുണ്ടായിരുന്നു? 4 മണിക്ക് എണീറ്റിട്ട് 10 മൈൽ ഓടാറുണ്ടായിരുന്നു. ഇൻ ദ ഈവനിങ്സ്, അത് മാത്രമല്ല വൈകുന്നേരങ്ങളിൽ, ഹി വുഡ് ടൈം ഹിംസെൽഫ് അക്കോർഡിംഗ് ടു ദ 1000 meter distance prescribed by the competition. വൈകുന്നേരങ്ങളിൽ 1000 മീറ്റർ, അതാണ് നമ്മുടെ കോമ്പറ്റീഷനിൽ ഓടുന്ന ഡിസ്റ്റൻസ്. അപ്പോൾ 1000 മീറ്റർ വൈകുന്നേരം ഓടും. ഹി വാണ്ടഡ് എവറിത്തിങ് ടു ബി പെർഫെക്റ്റ്. അവനെല്ലാതും നല്ല പെർഫെക്റ്റ് ആയിട്ട് നടക്കണം എന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഹിസ് ലൈഫ് ദാറ്റ് ഹി വാസ് ഡിമാൻഡിങ് സച്ച് പെർഫെക്ഷൻ ഇൻ തിങ്സ് ഹി തോട്ട്. അപ്പോൾ അവൻ വിചാരിച്ചു, ആദ്യമായിട്ടാണ് ഇങ്ങനെ പെർഫെക്ഷനൊക്കെ നോക്കുന്നത്, എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആവണം എന്ന് നോക്കുന്നത് ആദ്യമായിട്ടാണ്. ഹി ഓൾസോ വാണ്ടഡ് സമൺ ടു ബാക്ക് ഹിം അപ്പ്. അവന് ഒരു സപ്പോർട്ടിന് ആരെങ്കിലും വേണമായിരുന്നു. ആൻഡ് സോ ഹി ടോൾഡ് എവറിത്തിങ് ടു ഹിസ് മദർ. അതുകൊണ്ട് തന്നെ അവൻ എല്ലാ കാര്യവും തൻ്റെ അമ്മയോട് പറഞ്ഞു. തരുൺ പ്രാക്ടീസ്ഡ് വിഗറസ്ലി ഫോർ 5 days. അങ്ങനെ 5 ദിവസം തരുൺ നല്ല അടിപൊളിയായിട്ട് പ്രാക്ടീസ് ചെയ്തു. ആൻഡ് ദെൻ പ്രോംപ്റ്റ്ലി മെറ്റ് രാംനാരായൺ ടു കളക്ട് ഹിസ് പാർട്ടിസിപ്പേഷൻ കാർഡ്. എന്നിട്ട് രാംനാരായണൻ്റെ അടുത്ത് പോയി. അതായത് 5 ദിവസം കഴിഞ്ഞിട്ട് പാർട്ടിസിപ്പേഷൻ കാർഡ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അത് കളക്ട് ചെയ്യാനായിട്ട് പോയി. He gazed at the piece of paper on which his name had been printed boldly. It meant so much to him. അങ്ങനെ ആ പാർട്ടിസിപ്പേഷൻ കാർഡിൽ എഴുതിയിട്ടുള്ള, ബോൾഡായിട്ട് വളരെ കട്ടിയിൽ എഴുതിയിട്ടുള്ള അവൻ്റെ പേര് നോക്കിയിട്ട് അവനിങ്ങനെ മിഴിച്ചു നിന്നു. കാരണം അത് അവന് വളരെ വലിയ ഒന്നായിരുന്നു. ആദ്യമായിട്ടാണ് ഒരു പുതിയൊരു അവൻ്റെ ഡ്രീമൊക്കെ അച്ചീവ് ചെയ്യാനായിട്ടുള്ള ഒരു ഫസ്റ്റ് സ്റ്റേജ് എന്ന നിലയ്ക്ക് അവൻ പോകാൻ പോകുന്നത്. അപ്പോൾ അവന് വളരെ അധികം തന്നെ ഹാപ്പിയായി. However hard, I must win this race, thought he. എത്ര ഹാർഡാണെങ്കിലും ഞാൻ ഈ റേസ് ജയിക്കും എന്ന് തന്നെ നമ്മുടെ തരുൺ വിചാരിച്ചു. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹി വാണ്ടഡ് ടു ഷോ ഹിസ് ഫാദർ ദാറ്റ് ഹി വാസ് നോട്ട് റിയലി ദ ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി ആൻഡ് ദാറ്റ് ഹി കുഡ് ബി ഗുഡ് അറ്റ് സംതിങ് അറ്റ് ലീസ്റ്റ്. അവൻ്റെ വീട്ടിൽ ഒന്നിനും കൊള്ളാത്തവനല്ല എന്ന് തെളിയിക്കാൻ വേണം. എന്തെങ്കിലും ഒരു കാര്യത്തിലൊക്കെ ഞാൻ സൂപ്പറാണ് എന്ന് കാണിക്കാൻ വേണം. അപ്പോൾ അതായിരുന്നു അവൻ്റെ മനസ്സിൽ. അങ്ങനെ ഇറ്റ് വാസ് 14th November. അങ്ങനെ 14ാം തീയതി നവംബറായി. നമുക്കറിയാം ചിൽഡ്രൻസ് ഡേ ആണ്. Bowing low for the blessing of his mother, Tarun pedaled away to the stadium.
അങ്ങനെ അമ്മയുടെ കയ്യിൽ നിന്ന് അനുഗ്രഹം മേടിച്ചിട്ട് എന്ത് ചെയ്തു, തരുൺ നേരെ സ്റ്റേഡിയത്തിലേക്ക് വെച്ച് പിടിച്ചു. ദർ വാസ് എ ഹ്യൂജ് ക്രൗഡ് വെയിറ്റിംഗ് ടു ഗോ ഇൻസൈഡ്. അപ്പോൾ ഉള്ളിലേക്ക് കടക്കാനായിട്ട് വലിയൊരു ക്രൗഡ് തന്നെ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. തരുൺ entered the office where a signboard read participants only with his heart beating faster every second. അങ്ങനെ പാർട്ടിസിപ്പൻസ് ഓൺലി എന്ന് പറഞ്ഞിട്ട് ഒരു സൈൻ ബോർഡുള്ള ആ ഭാഗത്ത് കൂടി തരുൺ ഉള്ളിലേക്ക് കടന്നു. അവൻ്റെ ഹാർട്ട് ഇങ്ങനെ വളരെ സ്പീഡിൽ ഫാസ്റ്റായിട്ട് ഇടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ദർ were about 50 participants waiting for the race to begin. അപ്പോൾ ഏകദേശം 50ഓളം പാർട്ടിസിപ്പൻസ്, ഈ മത്സരാർത്ഥികൾ അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ റേസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. He felt someone patting him on the shoulders. അപ്പോൾ അവന് ആ ഒരു ഷോൾഡറിൽ തട്ടുന്നതായിട്ട് അവന് ഫീൽ ചെയ്തു. അപ്പോൾ നോക്കി, ഹലോ തരുൺ, ഇറ്റ് വാസ് റാം നാരായൺ. അപ്പോൾ ഹലോ പറഞ്ഞു. ആരായിരുന്നു അത്? റാം നാരായൺ ആയിരുന്നു. ഓൾ ദി ബെസ്റ്റ്, ഹി സെഡ് അഫെക്ഷനേറ്റ്ലി. സ്നേഹത്തോടെ അദ്ദേഹം പറഞ്ഞു ഓൾ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞു. തരുൺ സ്മൈൽഡ് അറ്റ് ഹിം ബട്ട് ഡിഡ് നോട്ട് സേ എ വേർഡ്. ഫിയർ ഹാഡ് ഗ്രിപ്ഡ് ഹിം ഫ്രം ഹെഡ് ടു ഫുട്ട്. അപ്പോൾ തരുൺ ചിരിക്കുക മാത്രം ചെയ്തുള്ളൂ, വേറെ ഒന്നും പറഞ്ഞില്ല. കാരണം അടി മുതൽ മുടി വരെ എന്ന് പറയാം, അവനാകെ ടെൻഷൻ അടിച്ചിട്ട് പേടിയോട് കൂടിയിട്ട് നിൽക്കുകയായിരുന്നു. ഓൾ ദി പാർട്ടിസിപ്പൻസ് ലൈൻഡ് അപ്പ്. അങ്ങനെ എല്ലാ പാർട്ടിസിപ്പൻസും ഓടാനായിട്ട് ലൈനായിട്ട് നിന്നു. എവറി ഫേസ് ഗ്ലിറ്റേഡ് വിത്ത് ദ ഹോപ്പ് ഓഫ് വിന്നിങ് ദ റേസ്. അപ്പോൾ എല്ലാവരുടെ മനസ്സിലും എല്ലാവരുടെ മുഖത്തും ഈ റേസിൽ വിൻ ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. ഈച്ച് വൺ ഓഫ് ദം ഹാഡ് ഹിസ് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ഇൻ ദ സ്റ്റാൻഡ്സ് ടു ചിയർ ഫോർ ഹിം. അങ്ങനെ എല്ലാവരുടെ കൂടെയും അവരുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി ഉണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ആർപ്പ് വിളിക്കാനൊക്കെ ആയിട്ട് ഇവരുടെ ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ടു ഹിസ് അമേസ്മെൻറ്റ്, പക്ഷേ അവൻ പെട്ടെന്ന് ആശ്ചര്യപ്പെട്ടു പോയി. കാരണം എന്താണ്? തരുൺ കോട്ട് സൈറ്റ് ഓഫ് ഹിസ് മദർ ഇൻ ദ സ്റ്റാൻഡ്സ്. അപ്പോൾ നോക്കുമ്പോൾ എന്താണ്, ആ കാണാൻ വന്നിട്ടുള്ള കാഴ്ചക്കാരുടെ ഇടയിൽ തൻ്റെ അമ്മ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി. ദ ഫിയർ ഇൻ ഹിസ് ഐസ് ഗേവ് വേ ടു കോൺഫിഡൻസ്. അപ്പോൾ അവൻ്റെ കണ്ണിലുണ്ടായിരുന്ന ആ ഒരു എന്താ പറയുക, ഫിയർ, പേടിയൊക്കെ പോയിട്ട് അവന് വളരെ കോൺഫിഡൻ്റ് ആയി. ദ വിസിൽ ബ്ലൂ ആൻഡ് ഓൾ ദി പാർട്ടിസിപ്പൻസ് സ്റ്റാർട്ടഡ് ഓഫ് വിത്ത് ഓൾ ദെയർ മൈറ്റ്. അങ്ങനെ പെട്ടെന്ന് വിസിൽ മുഴങ്ങി. ആ വിസിൽ കേട്ടപ്പോൾ തന്നെ എല്ലാ മത്സരാർത്ഥികളും വളരെ സർവ്വശക്തിയും എടുത്തിട്ട് ഓടാനായിട്ട് തുടങ്ങി. ദേ വർ ഓൾ ഡിറ്റർമൈൻഡ് ടു ബി ദ വിന്നർ ഓഫ് ദ റേസ്. അപ്പോൾ എല്ലാവരും തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്, ഞാനായിരിക്കും വിന്നർ എന്ന് എല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇൻ ദ ലീഡ് വാസ് ദ ഫാസ്റ്റസ്റ്റ് ഓഫ് ദം ഓൾ തരുൺ. ഏറ്റവും ഫ്രണ്ടിലായി നിൽക്കുന്നത് നമ്മുടെ നായകനായിട്ടുള്ള ആരാണ്? തരുൺ തന്നെയാണ്. സീയിങ് ഹിംസെൽഫ് അഹെഡ് ഓഫ് എവറിബഡി, തരുൺ ഫെൽറ്റ് വെരി പ്രൗഡ് ഓഫ് ഹിംസെൽഫ്. അങ്ങനെ തരുൺ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തരുണാണ് ഏറ്റവും ഫ്രണ്ടിൽ. അപ്പോൾ തരുണിന് ഭയങ്കരമായിട്ട് ആത്മവിശ്വാസവും സന്തോഷവും അഭിമാനമൊക്കെ തോന്നി. ഓൺ ദ ട്രാക്ക് ദർ വാസ് എ ഷാലോ പാത്ത്. ആസ് ഹി വാസ് റണ്ണിങ് ഫാസ്റ്റ് തരുൺ ഡിഡ് നോട്ട് നോട്ടീസ് ദാറ്റ് ആൻഡ് ഹി സ്ലിപ്ഡ്. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ഷാലോ പാത്ത് ഉണ്ടായിരുന്നു. പക്ഷേ വളരെ വേഗത്തിൽ ഓടുന്നത് കൊണ്ട് തന്നെ തരുൺ അത് ശ്രദ്ധിച്ചില്ല. തരുൺ എന്തായി, സ്ലിപ്പായിട്ട് അവിടെ വീണു. അപ്പോൾ അവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, തരുൺ വീഴുന്നതിൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ബ്രീത്തിങ് ഫാസ്റ്റ് ഹി സൗ ദി അതർ കിഡ്സ് ഗോയിങ് പാസ് ഹിം. അങ്ങനെ ഇവന് ശ്വാസം വളരെയധികം കിതച്ചുകൊണ്ട് നോക്കി നിൽക്കുന്ന സമയത്ത് ബാക്കിയുള്ള കുട്ടികൾ ഇവനെ കടന്നുപോയി. ഹി കുഡ് നോട്ട് ബി എ ലൂസർ ടുഡേ ആൻഡ് സോ വിതൗട്ട് വേസ്റ്റിംഗ് എ സെക്കൻഡ് ഹി ഗോട്ട് അപ്പ് ടു റൺ വൺസ് മോർ. പക്ഷെ അവനറിയായിരുന്നു ഈ ഒരു ദിവസം ഞാൻ തോറ്റു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അതുകൊണ്ട് തന്നെ അവൻ വീണ്ടും എണീറ്റ് ഓടാനായിട്ട് തുടങ്ങി. ബീയിങ് ക്വിക്ക്, തരുൺ overtook a few kids ahead of him, but as fate had it, he slipped once again. അങ്ങനെ എണീറ്റ് ഓടുന്നതിനിടയ്ക്ക് അവൻ കുറച്ച് കുട്ടികളെയൊക്കെ വീണ്ടും പിറകിലാക്കി. പക്ഷേ വിധി അവനെതിരായിരുന്നു. അവൻ വീണ്ടും സ്ലിപ്പായിട്ട് അവിടെ വീണു. What was happening to him? He could not bear it. എന്താ അവന് സംഭവിച്ചത്? അവനത് സഹിക്കാൻ പറ്റുന്നില്ല. ഹി ലുക്ക്ഡ് ഇൻ ടു ദ ക്രൗഡ് ആൻഡ് സോ ഹിസ് മദർ. അവൻ ആ ഒരു ജനക്കൂട്ടത്തിലേക്ക് നോക്കി, കാണാനിരിക്കുന്ന ആളുകളിലേക്ക് നോക്കി. അവൻ അവൻ്റെ അമ്മയെ കണ്ടു. ഷി വാസ് സേയിങ് സംതിങ് ടു ഹിം. ഗെറ്റ് അപ്പ് സൺ, ഗെറ്റ് അപ്പ് ആൻഡ് റൺ. അപ്പോൾ അമ്മ പറയുന്നുണ്ടായിരുന്നു, എണീക്ക് മോനെ, എണീറ്റ് ഓട് എന്ന് അമ്മ പറയുന്നുണ്ടായിരുന്നു. തരുൺ ഗോട്ട് അപ്പ് വൺസ് അഗെയിൻ. ഹി വാസ് എമംഗ് ദ ലാസ്റ്റ് ഫ്യൂ ബട്ട് ഹി ഡിഡ് നോട്ട് ഗിവ് അപ്പ്. അങ്ങനെ തരുൺ വീണ്ടും എണീറ്റു ഓടാനായിട്ട് തുടങ്ങി. അവസാന കുറച്ച് കുട്ടികളിൽ ഒരാളായി തരുൺ. എങ്കിലും അവൻ കുറച്ചും കൂടി കുട്ടികളൊക്കെ ഓവർടേക്ക് ചെയ്തു. വൺസ് മോർ ഹി ഓവർടുക്ക് സം ചിൽഡ്രൻ. സിൻസ് ഹി വാസ് സ്വെറ്റിംഗ് എ ലിറ്റിൽ ടു മച്ച് ഹി ഫെൽ എ തേർഡ് ടൈം. അവന് ഇത്തിരി ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ വീണ്ടും മൂന്നാമത്തെ പ്രാവശ്യവും വീണു. ടിയേഴ്സ് വർ റോളിംഗ് ഡൗൺ ഹിസ് ചീക്സ്. അങ്ങനെ അവൻ്റെ കവിളുകളിൽ കൂടി കണ്ണുനീര് ഒലിച്ചിറങ്ങി. ഹൗ വിൽ ഹി ഗെറ്റ് ഇൻ ടു റാം നാരായൺസ് ട്രെയിനിങ് നൗ? ഇനിയിപ്പോൾ എങ്ങനെയാണ് റാം നാരായണൻ്റെ ട്രെയിനിങ് കിട്ടുക? അതിന് വേണ്ടിയിട്ടാണ് തരുൺ ഇത്രയും റിസ്ക് ഒക്കെ എടുത്ത് ഓടുന്നത്. ഹൗ വിൽ ഹി പ്രൂവ് ടു ഹിസ് പാരൻസ് ദാറ്റ് ഹി വാസ് ടാലൻറ്റഡ്? ഇനി എങ്ങനെ എൻ്റെ പാരൻസിനെ ഞാൻ കാണിക്കുക എനിക്ക് ഈ ഓട്ടത്തിൽ ടാലൻ്റ് ഉണ്ട് എന്നുള്ളത്?
ഹി വാസ് ദ ലാസ്റ്റ് കിഡ് ഓൺ ദ ട്രാക്ക് നൗ. ഇപ്പോൾ തരുണ് ഏറ്റവും അവസാനമാണ്. ഹി ടേൺ ഹിസ് ഐസ് ടുവേഴ്സ് ദ സ്റ്റാൻഡ്സ്. അങ്ങനെ ചുറ്റുമിരിക്കുന്ന ആളുകളിലേക്ക് തരുൺ കണ്ണോടിച്ചു. ദെൻ ഹി ഹേർഡ് രാംനാരായൺ സ്ക്രീമിംഗ് ഫ്രം സംവർ, കം ഓൺ തരുൺ റൺ. അപ്പോൾ പെട്ടെന്ന് തന്നെ രാംനാരായൺ അവിടെ നിന്നിട്ട് വളരെ ഉച്ചത്തിൽ, വളരെ സൗണ്ടിൽ പറയുന്നുണ്ടായിരുന്നു, കമോൺ തരുൺ ഓട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഹി ഗോട്ട് അപ്പ് അ തേർഡ് ടൈം. ഓക്കെ, അവൻ മൂന്നാമത്തെ പ്രാവശ്യം എണീറ്റു. ദിസ് 12-year-old determined boy who was last on the track got up and ran with all the strength he had. അങ്ങനെ എന്ത് ചെയ്തു? ഈ 12 വയസ്സുള്ള കുട്ടി വളരെ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള, എന്താണ് വളരെ ഡിറ്റർമൈൻഡ് മീൻസ് വളരെ നിശ്ചയദാർഢ്യത്തോട് കൂടിയിട്ടുള്ള ഈ കുട്ടി എന്ത് ചെയ്തു? വീണ്ടും എണീറ്റ് ഓടാനായിട്ട് തുടങ്ങി. നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിലും, നമ്മൾ ഈ 12 വയസ്സുള്ള കുട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ എന്താ ചെയ്യുക? ഒരു പ്രാവശ്യം വീണ് കഴിഞ്ഞാൽ സൈഡിൽ കൂടെ മിണ്ടാണ്ട് വേറൊരു ഭാഗത്ത് പോയിരിക്കില്ലേ? അങ്ങനെ. പക്ഷേ നമ്മുടെ തരുൺ എന്ത് ചെയ്തു? അവൻ എണീറ്റ് ഓടാനായിട്ട് തുടങ്ങി. ദ ക്രൗഡ് വാസ് ചിയറിംഗ് ഫോർ പവൻ, ദ ബോയ് ഹു ഹാഡ് വൺ ദ റേസ്. പവനാണ് പക്ഷേ നമ്മുടെ റേസിൽ ജയിച്ചത്. പവൻ എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് റേസിൽ ജയിച്ചത്. അപ്പോൾ എല്ലാ കാണികളും അവന് വേണ്ടിയിട്ട് ചിയർ ചെയ്തു, അല്ലെങ്കിൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. But to Tarun's surprise, there was a louder applause when he crossed the finishing line last. ഫിനിഷിംഗ് ലൈന് ലാസ്റ്റ് ക്രോസ് ചെയ്തത് നമ്മുടെ തരുണായിരുന്നു. പക്ഷേ അവനാകെ ആശ്ചര്യപ്പെട്ടു പോയി. കാരണം എല്ലാ ഓഡിയൻസും, കാണാനായിട്ടുണ്ടായിരുന്ന എല്ലാവരും എന്ത് ചെയ്തു? ഇവനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. ഓക്കെ, കാരണം എന്താണ്? ദ ഓഡിയൻസ് ചിയർഡ് ഫോർ ഹിസ് ഡിറ്റർമിനേഷൻ ആൻഡ് ഹിസ് വാല്യൂ ഫോർ നെവർ ഗിവിങ് അപ്പ്. അതായത് 3 പ്രാവശ്യം വീണിട്ടും അവൻ ഓട്ടം നിർത്തിയില്ല, വീണ്ടും എണീറ്റ് ഓടാനായിട്ട് തുടങ്ങി. അതിനുള്ള ഒരു ഫേവറായിട്ടാണ് ഇവർ വീണ്ടും ഇവനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചത്. ഹി ബൗഡ് ഹിസ് ഹെഡ് വിത്ത് ഷെയിം ആൻഡ് സെഡ് ടു രാംനാരായൺ, ഐ എം സോറി സർ, ഐ ലോസ്റ്റ്. അപ്പോൾ അവനാകെ വിഷമായിട്ട് തല കുനിച്ചുകൊണ്ട് രാംനാരായണൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, എനിക്ക് പറ്റിയില്ല, ഞാൻ തോറ്റു എന്ന് പറഞ്ഞു. നോ സൺ, ടു മീ യു ഹാവ് വൺ ദ ടഫസ്റ്റ് റേസ്, ദ റേസ് ഓഫ് യുവർ ലൈഫ്. അപ്പോൾ രാംനാരായൺ പറഞ്ഞു, ഇല്ല മോനെ, നീ ജയിച്ചു. അതായത് ജീവിതത്തിലെ ഏറ്റവും ടഫായിട്ടുള്ളൊരു റേസ് നീ ജയിച്ചു. യു ഗോട്ട് അപ്പ് ആൻഡ് സ്റ്റാർട്ടഡ് അഫ്രഷ് ഈച്ച് ടൈം യു ഫെൽ. നീ എപ്പോഴൊക്കെ വീണോ അപ്പോഴൊക്കെ നീ വീണ്ടും എണീറ്റ് ഓടാനായിട്ട് തുടങ്ങി. യു ആർ എ റിയൽ ലൈഫ് ഹീറോ. നീ ഒരു, ശരിക്കും പറഞ്ഞാൽ റിയൽ ലൈഫിലത്തെ ഒരു ഹീറോ ആണ്. യുവർ ട്രെയിനിങ് സ്റ്റാർട്ട്സ് ടുമോറോ. നാളെ മുതൽ നിൻ്റെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. തരുൺ കുഡ് നോട്ട് ബിലീവ് ഹിസ് ഇയേഴ്സ്. തരുണിന് അവൻ്റെ കാതുകളെ വിശ്വസിക്കാനായിട്ട് സാധിച്ചില്ല. ടിയേഴ്സ് ഫിൽ ഹിസ് ഐസ് അഗെയിൻ. അവന് വീണ്ടും കണ്ണിൽ നിന്ന് വെള്ളം വന്നു. ഇപ്രാവശ്യം കണ്ണിൽ നിന്ന് വെള്ളം വന്നത് വിഷമിച്ചിട്ടല്ല, മറിച്ച് വളരെ സന്തോഷം തോന്നി, അതുകൊണ്ടാണ്. ഹി സ്മൈൽ അറ്റ് ഹിസ് മദർ ഹു ഹഗ്ഡ് ഹിം ആൻഡ് സെഡ്, യു ആർ ദ ബെസ്റ്റ് സൺ ഇൻ ദ വേൾഡ്. അങ്ങനെ അവൻ അമ്മയെ നോക്കി ചിരിച്ചു. അമ്മ എന്ത് ചെയ്തു? അവനെ ഹഗ് ചെയ്തിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, നീയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല മകൻ എന്ന് പറഞ്ഞു അമ്മ. ഇത്രയാണ് നമ്മുടെ സ്റ്റോറി വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇഫ് യു ലൈക്ക് ദിസ് ചാപ്റ്റർ, no, actually, if you like this video, please like, share and subscribe. Thanks for watching. Thanks a lot.